രണ്ട് കേവുകളുടെ ഇടയിലുള്ള ഏരിയ ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ യൂസ് ചെയ്ത് ഇവാലുവേറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. എഫും ജിയും ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബിയിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ള രണ്ട് കണ്ടിന്യൂസ് ഫംഗ്ഷൻസ് ആണെന്ന് വിചാരിക്കുക. നമ്മളൊരു അസംഷൻ കൂടി എടുക്കുന്നുണ്ട്. ആ ഇൻ്റർവെല്ലിലെ ഏതൊരു എക്സ് എടുത്താലും എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ജി ഓഫ് എക്സ് ആണെന്നുള്ളൊരു അസംഷൻ കൂടി എടുക്കുന്നുണ്ട്. അതായത് ത്രൂ ഔട്ട് ആ ഇൻ്റർവെല്ലിൽ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ ജി ഓഫ് എക്സിൻ്റെ വാല്യൂവിനേക്കാൾ കൂടുതൽ, അതായത് അതിന് ഹയർ വാല്യൂ കിട്ടുന്നതിന് ജസ്റ്റ് എഫ് ഓഫ് എക്സ് എന്നുള്ള നൊട്ടേഷൻ കൊടുത്തു എന്ന് മാത്രം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്നുള്ള ഫംഗ്ഷൻ്റെ ഗ്രാഫ് വൈ ഈക്വൽ ടു ജി ഓഫ് എക്സ് എന്നുള്ള ഫംഗ്ഷൻ്റെ ഗ്രാഫിൻ്റെ മുകൾ ഭാഗത്തായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്നുള്ള ഫംഗ്ഷൻ്റെ ഗ്രാഫ് മുകൾ ഭാഗത്തും വൈ ഈക്വൽ ടു ജി ഓഫ് എക്സ് എന്നുള്ള ഫംഗ്ഷൻ്റെ ഗ്രാഫ് താഴത്തെ ഭാഗത്തും എക്സ് ഈക്വൽ ടു എ, ആ ഇൻ്റർവെല്ലിലെ ലെഫ്റ്റ് ഹാൻഡ് പോയിൻ്റ് ആണ് എ എന്ന് വിചാരിക്കുക. അപ്പോൾ എക്സ് ഈക്വൽ ടു എ എന്നുള്ള വെർട്ടിക്കൽ ലൈൻ ലെഫ്റ്റ് സൈഡിലും എക്സ് ഈക്വൽ ടു ബി എന്നുള്ള വെർട്ടിക്കൽ ലൈൻ റൈറ്റ് സൈഡിലും ബൗണ്ട് ചെയ്യുന്ന റീജിയൻ. എല്ലായ്പ്പോഴും ഈ വെർട്ടിക്കൽ ലൈൻ ബൗണ്ടറി ആയിട്ട് വരണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ സപ്പോസ് ഫംഗ്ഷൻ്റെ ഗ്രാഫ് ഇവിടെ ഇങ്ങനെ വന്നു, ദെൻ ജി ഓഫ് എക്സിൻ്റെ ഗ്രാഫും ഇതുപോലെ വന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു റീജിയൻ എന്നുള്ളത് ഈ ഒരു ഗ്യാപ്പിലുള്ളതേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് അവിടെ എക്സ് ഈക്വൽ ടു ബി എന്നുള്ള വെർട്ടിക്കൽ ലൈനിൻ്റെ ആവശ്യമില്ല. ജനറൽ കേസിൽ അങ്ങനെ പറഞ്ഞു എന്ന് മാത്രം. മുകൾ ഭാഗത്ത് വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്നുള്ള ഫംഗ്ഷൻ, അതായത് ഫംഗ്ഷൻ്റെ ഗ്രാഫ് ആ ഇൻ്റർവെല്ലിൽ ഹയർ വാല്യൂ കിട്ടുന്ന ഫംഗ്ഷൻ ഏതാണോ അതാണ് എഫ് ഓഫ് എക്സ് എന്ന് എടുക്കുന്നത്, ജസ്റ്റ് ഒരു പേര് മാത്രം. ദെൻ താഴെ വൈ ഈക്വൽ ടു ജി ഓഫ് എക്സ് എന്നുള്ള ഫംഗ്ഷൻ്റെ ഗ്രാഫും ലെഫ്റ്റിലും റൈറ്റിലും എക്സ് ഈക്വൽ ടു എ എന്നുള്ള വെർട്ടിക്കൽ ലൈനും എക്സ് ഈക്വൽ ടു ബി എന്നുള്ള വെർട്ടിക്കൽ ലൈനും റെസ്പെക്റ്റീവ്ലി. ഇതെല്ലാം കൂടി ബൗണ്ട് ചെയ്യുന്ന റീജിയൻ്റെ ഏരിയ കണ്ടുപിടിക്കുവാനായിട്ട് ഈ ഒരു ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്താൽ മതി. ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് മൈനസ് ജി ഓഫ് എക്സ് ഡി എക്സ്. ദെൻ ഇതിലിപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ വലുതൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ഹയർ വാല്യൂ കിട്ടുന്ന ഫംഗ്ഷൻ രണ്ടാമത് മൈനസ് എന്നുള്ള ഭാഗത്ത് എഴുതിയെന്ന് വെച്ചാൽ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഉത്തരം ആക്ച്വൽ വാല്യൂവിൻ്റെ നേരെ നെഗറ്റീവ് ആവുമെന്ന് മാത്രം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ എടുത്തിട്ടുള്ളതൊന്നും മാറിയിട്ടുണ്ട് എന്നുള്ളത്. ഗ്രാഫ് വരച്ച് നോക്കണമെന്ന് നിർബന്ധമില്ല, ടൈം ഉണ്ടെങ്കിൽ ഗ്രാഫ് വരയ്ക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിൽ ഒന്ന് എഫും ജിയും ഇൻ്റർചേഞ്ച് ചെയ്താൽ മതി. അതല്ല എന്നുണ്ടെങ്കിൽ ഒട്ടും സമയമില്ല എന്ന് വെച്ചാൽ അപ്പോൾ കിട്ടിയിട്ടുള്ള വാല്യൂവിൻ്റെ നേരെ നെഗറ്റീവ്, അപ്പോൾ ഓൾറെഡി അവിടെ നെഗറ്റീവ് വാല്യൂ ആവും കിട്ടിയിട്ടുണ്ടാവുക. അപ്പോൾ അതിൻ്റെ നേരെ നെഗറ്റീവ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള റിക്വയർഡ് ആയിട്ടുള്ള ഏരിയ കിട്ടും. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് പ്രോബ്ലംസിലേക്ക് കടക്കാം. Find the area of the region bounded above by y equal to x plus 6, bounded below by y equal to x square, and bounded on the sides by the line x equal to 0 and x equal to 2. അപ്പോൾ റീജിയൻ അതിൻ്റെ മുകൾ ഭാഗത്ത് ബൗണ്ട് ചെയ്യുന്നത് y ഈക്വൽ ടു എക്സ് പ്ലസ് സിക്സ് എന്നുള്ള സ്ട്രേറ്റ് ലൈനാണ്. അതുപോലെ താഴെ y ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്നുള്ള പാരബോളയുടെ പോർഷൻ, അതുപോലെ റൈറ്റ് സൈഡിലും ലെഫ്റ്റും റൈറ്റും സൈഡിൽ എക്സ് ഈക്വൽ ടു 0യും എക്സ് ഈക്വൽ ടു 2 എന്നുള്ള വെർട്ടിക്കൽ ലൈൻസ്. ഇതെല്ലാം കൂടി ബൗണ്ട് ചെയ്യുന്ന റീജിയൻ്റെ ഏരിയ കണ്ടുപിടിക്കുവാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നോക്കിയാൽ അറിയാം y ഈക്വൽ ടു എക്സ് പ്ലസ് 6 എന്നുള്ള ഫംഗ്ഷൻ്റെ ഗ്രാഫ് y ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്നുള്ള ഫംഗ്ഷൻ്റെ ഗ്രാഫിൻ്റെ മുകൾ ഭാഗത്താണ് ആ ഒരു ഇൻ്റർവെല്ലിൽ ത്രൂ ഔട്ട് ലൈ ചെയ്യുന്നത്. ഇപ്പോൾ y ഈക്വൽ ടു എക്സ് പ്ലസ് 6 എന്നുള്ള സ്ട്രേറ്റ് ലൈൻ സെഗ്മെൻ്റ് ആണത്. ആ പോർഷൻ വരയ്ക്കാനായിട്ട് ആ ലൈൻ സെഗ്മെൻറ്റിൽ ഏതെങ്കിലും രണ്ട് പോയിൻറ്റ്സ് പ്ലോട്ട് ചെയ്തിട്ട് ഏതാണോ നമുക്ക് ആവശ്യമുള്ള റിക്വയർഡ് ഇൻ്റർവെല്ലിൽ ആ ഒരു ലൈനിൻ്റെ പോർഷൻ, അതായത് ആ ലൈൻ സെഗ്മെൻറ്റ് വരച്ചാൽ മതി. ഇപ്പോൾ ഇവിടെ എക്സിന് 0 കൊടുത്താൽ വൈയുടെ വാല്യൂ 6 എന്ന് കിട്ടും. അപ്പോൾ 0,6, ദെൻ എക്സിന് ഇപ്പോൾ 2 എന്നുള്ള വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ വൈയുടെ വാല്യൂ 8 കിട്ടും. അപ്പോൾ 2,8. സോ 0,6ലൂടെയും അത് ഈ പോയിൻ്റാണ് 2,8ലൂടെയും പാസ് ചെയ്യുന്ന സ്ട്രേറ്റ് ലൈൻ, അതിൻ്റെ 0 to 2 എന്നുള്ള ഇൻ്റർവെല്ലിൽ വരുന്ന പോർഷൻ മാത്രം മതി. ഇപ്പോൾ കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചാലും പ്രശ്നമൊന്നുമില്ല. ഓക്കെ, ഇനി താഴെയുള്ളത് നമ്മുടെ y ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്നുള്ള പാരബോളയാണ്, നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള പാരബോളയാണ്. അതിൻ്റെ 0 to 2 എന്നുള്ള ഭാഗത്തുള്ള പോർഷൻ മാത്രം മതി. അപ്പോൾ നെഗറ്റീവ് എക്സ് വാല്യൂസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈ ഒരു ഭാഗം നമുക്ക് ആവശ്യമില്ല. 0 to 2ലുള്ള പോർഷൻ അതിവിടെ വരച്ചിട്ടുണ്ട്. ദെൻ എക്സ് ഈക്വൽ ടു 0 എന്നുള്ളത് y ആക്സിസിൻ്റെ ഇക്വേഷനാണ്. അപ്പോൾ അത് ഈ ഒരു ലൈൻ സ്ട്രേറ്റ് ലൈൻ
ദെൻ എക്സ് ഈക്വൽ ടു 2. ഈ ഒരു വെർട്ടിക്കൽ ലൈൻ ഇതിനോട് പാരലായിട്ട് വൈ ആക്സിസിനോട് പാരലായിട്ട് എക്സ് ആക്സിസിലത്തെ 2ൽ കൂടെ പാസ് ചെയ്യുന്നതാണ് ഈ എക്സ് ഈക്വൽ ടു 2. ഇതെല്ലാം കൂടി ബൗണ്ട് ചെയ്യുന്ന റീജിയൻ ഇവിടെ കളർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇപ്പോൾ ഈ ഒരു ഇൻ്റർവെല്ലിലെ വാല്യൂസ് 0 to 2 എന്നുള്ളതാണ് നമ്മുടെ ഇൻ്റർവെല്ലിൽ. അപ്പോൾ അതിലെ വാല്യൂസ് എക്സിന് കൊടുക്കുമ്പോൾ നമുക്ക് വൈ ഈക്വൽ ടു എക്സ് പ്ലസ് 6 വലിയ വാല്യൂസ് കിട്ടുന്നുണ്ടാവുക. നിങ്ങളൊന്ന് ജസ്റ്റ് നോക്കിയാൽ അറിയാം. ഗ്രാഫ് വരയ്ക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല ത്രൂ ഔട്ട് ആ ഇൻ്റർവെല്ലിൽ. അപ്പോൾ അവിടെ ഏതെങ്കിലുമൊക്കെ ഭാഗത്തുള്ള കുറച്ച് വാല്യൂസൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക. എല്ലാ ഭാഗത്തുള്ള വാല്യൂസ് ഇട്ട് കൊടുക്കുമ്പോൾ അത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. പിക്ചർ വരയ്ക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ ഇവിടെ ഹയർ വാല്യൂ കിട്ടുന്ന ഫംഗ്ഷൻ നമ്മൾ എഫ് ഓഫ് എക്സ് എന്നുള്ളത് എക്സ് പ്ലസ് 6ഉം ജി ഓഫ് എക്സ് എന്നുള്ളത് എക്സ് സ്ക്വയറെന്നും എടുക്കുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഇൻ്റർവെല്ലിൽ എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ജി ഓഫ് എക്സ് ആണ് നമ്മുടെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. അപ്പോൾ വൈ ഈക്വൽ ടു എക്സ് എഫ് ഓഫ് എക്സ് എന്നുള്ള ഫംഗ്ഷൻ മുകൾ ഭാഗത്തും വൈ ഈക്വൽ ടു ജി ഓഫ് എക്സ് എന്നുള്ള ഫംഗ്ഷൻ താഴെയും എക്സ് ഈക്വൽ ടു എ എന്നുള്ള ലൈൻ ലെഫ്റ്റിലും എക്സ് ഈക്വൽ ടു ബി എന്നുള്ള ലൈൻ റൈറ്റിലും ബൗണ്ട് ചെയ്യുന്ന റീജിയൻ്റെ ഏരിയ കാണാൻ ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് മൈനസ് ജി ഓഫ് എക്സ് ഡി എക്സ് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ ഇൻ്റഗ്രൽ 0 to 2 എഫ് ഓഫ് എക്സിൻ്റെ പ്ലേസിൽ എക്സ് പ്ലസ് 6 മൈനസ് ജി ഓഫ് എക്സിൻ്റെ പ്ലേസിൽ എക്സ് സ്ക്വയർ ഡി എക്സ്. ഇനി സാധാരണ ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ എക്സ് പ്ലസ് 6 അതിൽ എക്സിൻ്റെ ഇൻ്റഗ്രൽ എക്സ് സ്ക്വയർ ബൈ 2 എക്സ് റേസ് ടു 1 + 1 ഡിവൈഡഡ് ബൈ 1 + 1 6ൻ്റെ 6x മൈനസ് എക്സ് സ്ക്വയറിൻ്റെ എക്സ് റേസ് ടു 3/3 ആണ് 2 + 1 / 2 + 1. അപ്പോൾ എക്സ് റേസ് ടു 3/3 x³ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും നമുക്ക് അവിടെ കൊടുക്കാനുണ്ട്. അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 2² 2 + 6 × 2 മൈനസ് 2³ 3. ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 0² 2 0 ആണ്, 6 × 0 0 ആണ്, 0³ 3 0 ആണ്. എല്ലാ ടൈമും അവിടെ 0 ആയിട്ട് പോവും. 2² 2 4/2 അത് 2 ആണ്, പ്ലസ് 12 മൈനസ് 2³ എന്ന് പറഞ്ഞാൽ 8 ആണ്, 8/3. അപ്പോൾ 14 മൈനസ് 8/3 എന്ന് നമുക്ക് കിട്ടും. അത് LCM എടുത്ത് സോൾവ് ചെയ്യുമ്പോൾ 34/3 3 × 14. അപ്പോൾ നമുക്ക് 42 മൈനസ് 8 ഓൾ ഡിവൈഡഡ് ബൈ 3 അങ്ങനെയാണ് 34/3 എന്ന് കിട്ടുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഇവിടെ തന്നിട്ടുള്ള കേവുകളൊക്കെ ഏകദേശം നേരത്തെ ഈ കേവിൻ്റെ കുറച്ച് പോർഷൻസ് ആയിരുന്നു അവിടെ തന്നതെന്ന് മാത്രം. y = x² എന്നുള്ള കേവും അതുപോലെ y = x + 6 എന്നുള്ള സ്ട്രെയിറ്റ് ലൈനും. ഇപ്പോൾ ഇത് പാരബോളയും ഈ ഒരു സ്ട്രെയിറ്റ് ലൈനും തമ്മിൽ ഇത് രണ്ടും കൂടി ബൗണ്ട് ചെയ്യുന്ന റീജിയൻ്റെ ഏരിയ കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഇൻ്റർവെല്ലൊന്നും നമ്മളോട് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഒന്നുകിൽ നമുക്ക് ഇത് രണ്ടും സ്കെച്ച് ചെയ്തിട്ട് ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ y = x + 6 സ്കെച്ച് ചെയ്യാനായിട്ട് അതിലേതെങ്കിലും 2 പോയിൻ്റ് പ്ലോട്ട് ചെയ്യുക. ദെൻ അതിലൂടെ പാസ് ചെയ്യുന്ന 2 പോയിൻറ്റ്സിലൂടെയും പാസ് ചെയ്യുന്ന സ്ട്രെയിറ്റ് ലൈൻ വരച്ചാൽ മതി. അപ്പോൾ അതിവിടെ വരച്ചിട്ടുണ്ട്. ഇതാണ് y = x + 6 എന്നുള്ള സ്ട്രെയിറ്റ് ലൈൻ. ഇനി y = x² എന്നുള്ള പാരബോളയും. അപ്പോൾ അത് രണ്ടും കൂടി ബൗണ്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഷേഡഡ് റീജിയൻ ആണ്. അപ്പോൾ അവിടെ നമുക്ക് വേണമെങ്കിൽ ഗ്രാഫ് നമ്മൾ അത്രയും അളവുകളൊന്നും എടുത്തിട്ടാവില്ല വരയ്ക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പോയിൻറ്റ്സ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻറ്റ്സ് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോഴാണ് നമുക്ക് ഇവിടെ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ട ഇൻ്റർവെൽ ഏതാണെന്ന് കിട്ടുള്ളൂ. എയും ബിയും നമുക്ക് കണ്ടുപിടിക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഈ 2 ഇക്വേഷനും കൂടി സോൾവ് ചെയ്യാണ് ചെയ്യുക. അതായത് ഇത് 2 കേവും തമ്മിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത് എവിടെയൊക്കെയാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ y = x² y = x + 6 2 ഫങ്ഷൻസിൻ്റെ ഗ്രാഫ് അത് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇവിടെ y = x² ആണ്, രണ്ടിൻ്റെയും y വാല്യൂ ഈക്വൽ ആണെന്ന് കൊടുക്കുക. അപ്പോൾ x² = x + 6 ഇത് സോൾവ് ചെയ്തിട്ട് എക്സിൻ്റെ വാല്യൂ അതല്ലെങ്കിൽ വാല്യൂസ് കണ്ടുപിടിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൽ നിന്നും x² - x - 6 = 0. അപ്പോൾ ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷനാണ്, സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനാണ്. നമുക്ക് സോൾവ് ചെയ്യാൻ ഒന്നുകിൽ സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം അത് യൂസ് ചെയ്യാം, അതല്ല എന്നുണ്ടെങ്കിൽ എല്ലായ്പ്പോഴും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ക്വാഡ്രാറ്റിക് ഫോർമുല. അതായത് ax² + bx + c = 0 ആണെങ്കിൽ
എക്സ് ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ഓൾ ഡിവൈഡഡ് ബൈ 2a. അപ്പോൾ അതുപയോഗിച്ചാൽ നമുക്ക് എല്ലായിടത്തും അപ്ലൈ ചെയ്യാവുന്നതാണ്. സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടൈം ഏതെങ്കിലുമൊക്കെ ഫ്രാക്ഷനൊക്കെയാണ് വരുന്നതെന്ന് വെച്ചാൽ ചിലപ്പോൾ ബുദ്ധിമുട്ടായിട്ട് ചിലർക്ക് തോന്നാം. അതുകൊണ്ടാണ് എല്ലായ്പ്പോഴും നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഈ ഒരു കേസ്. ഇവിടെ എന്നുള്ളത് 1, ബി എന്നുള്ളത് -1, സി എന്നുള്ളത് -6, ദെൻ എക്സ് ഈക്വൽ ടു മൈനസ് ബി, അപ്പോൾ 1 ആവും. പ്ലസ് ഓർ മൈനസ് 1ൻ്റെ സ്ക്വയർ 1 തന്നെയാണ്. -4 × 1 × -6 ആണ്. അപ്പോൾ അത് പ്ലസ് ആവും. ഓൾറെഡി ഒരു മൈനസും ഇവിടെ ഒരു മൈനസും കൂടി ഉണ്ട്. -4ac ആണ്, സി നെഗറ്റീവ് ആയതുകൊണ്ട് പ്ലസ്. അപ്പോൾ 4 × 1 × -6, അപ്പോൾ -24 വരും. ഓൾറെഡി ഒരു മൈനസും കൂടി ഉണ്ട്. അപ്പോൾ രണ്ടും കൂടി ചേർന്നാൽ +24 ഡിവൈഡഡ് ബൈ 2 × 1. അപ്പോൾ അതിലെ റൂട്ടിൻ്റെ ഉള്ളിൽ നമുക്ക് വരുന്നത് 25 എന്നാണ്. അപ്പോൾ അത് √25 5, സോ 1 ± -5/2. അപ്പോൾ ഒരെണ്ണം 1 + 5/2ഉം അതല്ലെങ്കിൽ 1 - 5/2. 1 + 5 6/2 3 ആണ്. അതല്ലെങ്കിൽ 1 - 5 -4 ആണ്. /2 -2 ആണ്. അപ്പോൾ എക്സ് വാല്യൂസ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻറ്റ്സിൻ്റെ എക്സ് വാല്യൂസ് -2ഉം ലോവർ വാല്യൂ ആദ്യം പറഞ്ഞു എന്ന് മാത്രം, -2ഉം പിന്നെ എക്സ് ഈക്വൽ ടു 3യുമാണ്. അപ്പോൾ നമുക്ക് നോർമലി ഇത് മാത്രം മതി. വൈ വാല്യൂ കണ്ടുപിടിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇൻ്റഗ്രേഷൻ്റെ ഒരു ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന ഇൻ്റർവെല്ല് കിട്ടാൻ വേണ്ടി ഇത്രയും മതി. എന്നാലും പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ കാണുന്നതും കൂടിയും പറയാം. എക്സ് ഈക്വൽ ടു -2 ആകുമ്പോൾ വൈയുടെ വാല്യൂ എത്രയാണെന്നുള്ളത് ഇതിലേതെങ്കിലും ഒരു ഇക്വേഷനിൽ കൊടുക്കുക. ഞാൻ ഈ ഒരു ഇക്വേഷനിൽ കൊടുക്കുമ്പോൾ 4 എന്ന് കിട്ടും. x² y ഈക്വൽ ടു x² കൊടുക്കുമ്പോൾ 4 എന്ന് കിട്ടും. അതുതന്നെയാണ് മറ്റേ ഇക്വേഷനിലും കൊടുത്താലും ഇതിലും എക്സിൻ്റെ വാല്യൂ -2 എന്ന് കൊടുത്താൽ 4 തന്നെ കിട്ടും. അപ്പോൾ ഈ ഒരു പോയിൻ്റ് -2, 4 ആണ്. ദെൻ എക്സ് 3 ആകുമ്പോൾ വൈയുടെ വാല്യൂ 9 എന്ന് കിട്ടും. സോ 3, 9 ആണ് അടുത്ത പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ. അപ്പോൾ ആ രണ്ട് പോയിൻറ്റ്സും ഇവിടെ ഞാൻ പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. -2, 4ഉം 3, 9ഉം. സോ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന ഇൻ്റർവെൽ -2 മുതൽ 3 വരെയാണ്. മുകൾ ഭാഗത്ത് x + 6 എന്നുള്ള ഫംഗ്ഷനും താഴെ x² എന്നുള്ള പാരബോളയാണ്. അതാണ് ഫംഗ്ഷനായിട്ട് എടുക്കേണ്ടത്. y ഈക്വൽ ടു x² ആണ്. അതാണ് g(x) ആയിട്ട് എടുക്കേണ്ടത്. x + 6 ആണ് f(x) ആയിട്ട് എടുക്കേണ്ടത്. പിന്നെ ഇവിടെ നമുക്ക് x ഈക്വൽ ടു -2ൻ്റെയും x ഈക്വൽ ടു 3യുടെയും ആവശ്യം വന്നില്ല. ഓൾറെഡി ഈ രണ്ട് കേവും തമ്മിൽ ബൗണ്ട് ചെയ്തപ്പോൾ നമുക്കൊരു ബൗണ്ടഡ് റീജിയൻ തന്നെ വന്നിട്ടുണ്ട്. അൺബൗണ്ടഡ് അല്ല, ഇവർ തമ്മിൽ ഈ രണ്ട് കേവ് ഉപയോഗിച്ച് തന്നെ നമുക്കൊരു ബൗണ്ടഡ് ആയിട്ടുള്ള റീജിയൻ കിട്ടി. അപ്പോൾ അതാണ് പറഞ്ഞത്, എല്ലായ്പ്പോഴും x ഈക്വൽ ടു ആഡിങ്, x ഈക്വൽ ടു ബീഡിങ് ഗ്രാഫിൽ യൂസ് വരണമെന്ന് നിർബന്ധമില്ല. നമുക്ക് ഇൻ്റഗ്രേഷൻ്റെ ലിമിറ്റാണ് അവിടെ. ഇപ്പോൾ ഇവിടെ -2 ഇവിടെ ഏരിയ കാണുമ്പോൾ ഏരിയ -2 to 3 മുകളിൽ കിടക്കുന്നത് x + 6 തന്നെയാണ്. അപ്പോൾ x + 6 - x². നേരത്തെ തന്നെയാണ്. ഇവിടെ ഇൻ്റഗ്രേഷൻ്റെ ലിമിറ്റ് മാറിയിട്ടേ ഉള്ളൂ. എക്സിൻ്റെ x²/2 + 6x - x³ 3യും -3യും അല്ല -2 to 3 ആണ്. 3 കൊടുക്കുമ്പോൾ നമുക്കിവിടെ 3² 9/2 എന്ന് വരും. ദെൻ 6 × 3 18 എന്ന് വരും. 3³ 27 ആണ്. /3 ചെയ്യുമ്പോൾ 9 എന്ന് കിട്ടും. മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ -2ൻ്റെ സ്ക്വയർ 4 ആണ്. 4/2 2 എന്ന് കിട്ടും. 6 × -2 -12 ആണ്. ദെൻ -2ൻ്റെ ക്യൂബ് -8 എന്ന് വരും ഡിവൈഡഡ് ബൈ 3. അപ്പോൾ ഇവിടെ 9/2 + 18 - 9 എന്ന് വരും. മൈനസ് ഇവിടെ 2 - 12 അത് -10 ആണ്. പ്ലസ് 8/3 എന്നുണ്ടാവും. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 125/6 എന്നാണ്. നിങ്ങൾ സിംപ്ലിഫൈ ചെയ്താൽ മതി. അപ്പോൾ ഇതാണ് ഈ രണ്ട് കേവും തമ്മിൽ ബൗണ്ട് ചെയ്യുന്ന റീജിയൻ്റെ ഏരിയ.